നിയമസഭാ സമ്മേളനം ഈ മാസം 25 മുതൽ ചേരും. സഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത്. ഫെബ്രുവരി 2-ന് ബജറ്റ് അവതരിപ്പിക്കാൻ ആലോചനയുണ്ട്. അനന്തകൃഷ്ണൻ നൽകും വിവരങ്ങൾ. അനന്തൻ, സഭാ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തം ഗവർണർ നിർവഹിക്കുമ്പോഴും സർക്കാരുമായിട്ടുള്ള കടുത്ത പോരിനിടെയാണ് നയപ്രഖ്യാപനം പ്രസംഗം വായിക്കാനൊക്കെ എത്തുന്നത്. വലിയ കൗതുകം കൂടിയുണ്ട്. വിവരങ്ങൾ പ്രജീഷ്, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ തീരുമാനം എടുത്തത്. ഈ മാസം 25 മുതൽ നിയമസഭാ സമ്മേളനം ചേരാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗവർണറോട് സർക്കാർ ശുപാർശ ചെയ്യും. അതിനൊപ്പം തന്നെ ഫെബ്രുവരി 2-ന് ബജറ്റ് അവതരിപ്പിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആലോചിക്കുന്നത്. ഏതായാലും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കേണ്ടത്. നേരത്തെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗം നടത്തും എന്ന് മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു. അത് ഭരണഘടനാപരമായ ബാധ്യതയാണ്, അത് നിറവേറ്റുമെന്ന് ഗവർണർ നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഇപ്പോഴും തുടരുകയാണ്. വലിയ പ്രതിഷേധം ഭരണപക്ഷ പ്രസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഗവർണർക്കെതിരെ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം ഏത് രീതിയിലാണ് സഭയിൽ ഗവർണർ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ശ്രദ്ധേയമായി മാറുന്നത്. നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായും സഭയിൽ ഗവർണർ വായിക്കുമോ, അതിനൊപ്പം തന്നെ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സർക്കാരിനെതിരായ ജസ്റ്റർ ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ച് 2 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ